ഇന്ത്യയുടെ എയർ ചീഫ് അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ഫൈറ്റർ ജെറ്റിന്റെ കോക്പിറ്റിനുള്ളിൽ ഇരിക്കുന്നു. 50,000 അടി ഉയരത്തിൽ മാക് 2.5 വേഗതയിൽ പറക്കുന്ന ഒരു യന്ത്രം. ഇത് വെറും ഒരു ട്രെയിനിങ് ഫൈറ്റർ ജെറ്റ് അല്ല, ഇതൊരു സന്ദേശമാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഇന്ത്യയും അമേരിക്കയും ഇനി ആകാശത്തു കൂടി ഒത്തൊരുമിച്ച് പറക്കാൻ ഒരുങ്ങുന്നു എന്ന വലിയ സന്ദേശം. ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. 2026 ഏപ്രിൽ 9 നെവാഡയിലെ പ്രശസ്തമായ നെല്ലിസ് എയർഫോഴ്സ് ബേസ്. ഇവിടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫ് അമർപ്രീത് സിംഗ് ഒരു പ്രത്യേക മിഷനിൽ പങ്കെടുക്കുന്നു. അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ഫൈറ്റർ ജെറ്റായ ബോയിങ് F-15EX ഈഗിൾ 2 അതിൽ അദ്ദേഹം നേരിട്ട് പറക്കൽ നടത്തി എന്നതാണ്. അമേരിക്കൻ എയർഫോഴ്സിലെ മാത്യു ബെൻസൺ എന്ന പൈലറ്റിനോടൊപ്പമാണ് ഈ ഒരു പറക്കൽ അദ്ദേഹം നടത്തിയത്. ഇതൊരു സാധാരണ സന്ദർശനമല്ല, ഇത് ഭാവി പ്രിവ്യൂ തന്നെയാണ് നടന്നതെന്ന് ചുരുക്കത്തിൽ പറയാം. F-15EX ഈഗിൾ 2 പഴയ F-15 അപ്ഗ്രേഡ് മാത്രമല്ല, ഇതൊരു നെക്സ്റ്റ് ജനറേഷൻ ബീസ്റ്റ് തന്നെയാണ്. മാക് 2.5 വേഗത, 50,000 അടി സർവീസ് സീലിംഗ്, 29,500 പൗണ്ട് പേലോഡ്. അതായത് ഒരു ജെറ്റ് മാത്രമല്ല, ഒരു പറക്കുന്ന ആയുധ ശേഖരം കൂടിയാണ് ഈ ഒരു അത്യുഗ്രൻ ഫൈറ്റർ ജെറ്റ് വിമാനം. ഈ ജെറ്റിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണ്? അതിന്റെ ആയുധ ശേഷി തന്നെയാണ്. 12 AMRAAM മിസൈലുകൾ വരെ വഹിക്കാൻ ഇതിനു കഴിയും. അതുമാത്രമല്ല, ഹൈപ്പർസോണിക് ആയുധങ്ങൾ പോലും ക്യാരി ചെയ്യാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമാണിത്. ഒരു മിഷനിൽ മാസ് മിസൈൽ സ്ട്രൈക്ക് നടത്താനും പ്രസിഷൻ സ്റ്റാൻഡ് ഓഫ് അറ്റാക്ക് നടത്താനും ഒക്കെ ഒരുങ്ങിയിരിക്കുന്ന ഒരു യുദ്ധവിമാനം. ഇതിനുള്ളിൽ എന്തൊക്കെയാണുള്ളത്? AESA റഡാർ, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ, EPAWSS എന്ന സിസ്റ്റം. ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ശത്രുവിന്റെ റഡാറുകളെ ഇവേഡ് ചെയ്യാൻ, ഇലക്ട്രോണിക് അറ്റാക്കുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് യുദ്ധ സാഹചര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ, എയർ സ്പേസിൽ ഈ വിമാനത്തിന്റെ ആയുസ് ദീർഘിപ്പിക്കാനും ഒക്കെ ഇത് സഹായകമാകുമെന്നത് എടുത്തു തന്നെ പറയണം. ഈ യുദ്ധവിമാനം വെറും ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല, ഇതൊരു വലിയ ഡിപ്ലോമാറ്റിക് മൂവ് കൂടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ. കാരണം ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് ഒരു പുതിയ പ്രതിരോധ സമവാക്യം തന്നെ ഉണ്ടാക്കുകയാണ്. ഈ സന്ദർശനത്തിൽ ഡേവിഡ് സി എപ്പേഴ്സൺ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ എയർഫോഴ്സ് നേതാക്കളുമായി വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നിരിക്കുകയാണ്. ഇന്ത്യയും അമേരിക്കയും ചേർന്നുള്ള ജോയിന്റ് എക്സർസൈസുകൾ, ടെക്നോളജി ഷെയറിംഗ്, ഇന്റർഓപ്പറബിലിറ്റി, ഇതെല്ലാം ഫ്യൂച്ചർ വാർഫെയറിന്റെ ഒരു നട്ടലാണ് എന്നത് തന്നെ പറയണം. അടുത്ത ദിവസം പെന്റഗണിൽ ഇന്ത്യൻ എയർ ചീഫ് വീണ്ടും ഒരു ഹൈ ലെവൽ മീറ്റിംഗിൽ പങ്കെടുത്തു. അമേരിക്കൻ എയർഫോഴ്സ് ചീഫ് കെൻ വിൽസ്ബാച്ച് അദ്ദേഹം ഇന്ത്യയെ കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണ്? ഇൻഡോ പസഫിക്കിൽ സ്റ്റെബിലിറ്റി നിലനിർത്താൻ ഇന്ത്യ മഹാരാജ്യം വളരെ നിർണായകമാണെന്നതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഇത് വെറും ഒരു പ്രശംസയായല്ല കാണേണ്ടത്, ഇത് ഒരു സൂചനയാണ്. ഭാവിയിൽ ഇന്ത്യൻ എയർഫോഴ്സ് ലോകത്തിലെ ഏറ്റവും ശക്തമായ എയർഫോഴ്സുകളിൽ ഒന്നായി മാറാൻ പോവുകയാണ് എന്നതിന് വലിയൊരു തെളിവാണ്